മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നുമേ പറഞ്ഞിരുന്നില്ല. എനിക്കൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നത്. അത് മൂന്നിലും ലാസ്റ്റ് എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. എനിക്ക് ആ എക്സാം പാസ്സായില്ല. കുറച്ച് മാർക്കുകളുടെ ഡിഫറൻസിൽ എനിക്ക് അത് ഫെയിലായി. ഒരുപാട് വിഷമം ഉണ്ടായി. കാര്യം ഇനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും. 2 വർഷമായിട്ട് ഡിഗ്രി കഴിഞ്ഞു, 2 വർഷമായിട്ട് ഈ PSCക്കും SSCക്കും വേണ്ടി നടക്കുകയാണ്. എന്നിട്ടും ജോലിയൊന്നും ആയില്ല. എല്ലാവരും ചോദിക്കുന്നു എന്തായി, ജോലി ആയില്ലേ, എല്ലാവരും ഓരോ അല്ലെങ്കിൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാൻ കയറി, എന്നിട്ടും ഇതൊരു ജോലി ആയില്ലേന്ന് ചോദിക്കുന്നു. ഞാൻ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു പഠിച്ചിരുന്നത്. എന്നിട്ടും PG എടുക്കാതെ എന്തിനാ ഇതിൻ്റെ പറയാൻ നടക്കുന്നത്, PG എടുത്ത് B.Ed എടുത്ത് ടീച്ചിങ് ഫീൽഡിലേക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്നാൽ പെട്ടെന്ന് എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല, എക്സാം ഫെയിലായി. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഒരുപാട് വിഷമിച്ച് പറഞ്ഞു, നീയല്ലേ പറഞ്ഞേ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും, മാതാവ് എല്ലാം ഏറ്റെടുത്തോളും, മാതാവ് നമുക്ക് തരും, നീ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. എന്നിട്ട് ഞാൻ ഇത്രയും ചെയ്തു, പ്രാർത്ഥിച്ചു, എല്ലാവരെയും കണ്ടു. പക്ഷെ അന്നൊന്നും ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ അത്രയധികം ഇമ്പോർട്ടൻസ് നൽകിയിരുന്നില്ല.